ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞുവാവേനെ ഉറക്കിയതിന് ശേഷം ഇനി എല്ലാ പണിയും തീർന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടന്നുറങ്ങിയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ചേട്ടനൊരു മോഹം ചിക്കൻ ഫ്രൈ കഴിക്കണമെന്ന്. പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഈ പറഞ്ഞ ഭാര്യയാണ് ഞാൻ. അതുകൊണ്ട് ഞാനും അങ്ങ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ മടിയുണ്ടായിരുന്നെങ്കിലും ഫ്രീസറിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് തല്ലി പൊട്ടിച്ച് എടുത്തിട്ട് കഴുകി വാരി അങ്ങോട്ട് എടുത്തു. ഐസ് കട്ടയായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അതിനെ ഇങ്ങോട്ട് തല്ലി പൊട്ടിച്ച് ചതച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് പൊടികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കോൺഫ്ലവറും ഒരു മുട്ടയും കൂടി ഇട്ട് പൊട്ടിച്ചങ്ങോട്ട് എണ്ണ ചൂടാക്കി പടപടാന്നും പറഞ്ഞിങ്ങ് ഇട്ടു. അടുപ്പയിലിട്ടിട്ട് ഈ മസാലയുടെ മണം അങ്ങോട്ട് വരുമ്പോൾ ഇനി കണ്ടോണം, അടുക്കളയിലായിട്ട് ഓരോരുത്തർ ഇങ്ങ് വരും. പൂച്ച എല്ലിൻ്റെ മണം പിടിച്ച് വരുന്നത് പോലെ ഇപ്പം തന്നെ കണ്ടോണം. വറുത്ത് കോരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കും. പറയാതിരിക്കാൻ വയ്യ, നമ്മൾ പൂന്തിങ്കളായ ഭാര്യയാണല്ലോ, സ്നേഹം വിടർത്തുന്ന ഭാര്യ ആയതുകൊണ്ടേ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നീ. അപ്പം അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ആൾ വന്നു. ഇനി രണ്ടാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആൾ വരും, നാലാമത്തെ ആൾ ഭയങ്കര ഉറക്കമായതുകൊണ്ട് എന്തായാലും ഏറ്റുവരാൻ സാധ്യതയില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു കട്ടൻ ചായയും കൂടി എല്ലാവർക്കും ഇട്ടു. അപ്പോൾ ഇനിയിപ്പം ഒരു ട്രിപ്പ് വറുത്തതങ്ങ് തീർന്നു. ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. ഇതെങ്കിലും തീരുന്നതിന് മുമ്പ് അപ്പുറത്തെ ടേബിളിൽ കൊണ്ട് വെക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതായിട്ട് ടേബിളിലോട്ട് പോയി എന്തായാലും ടേബിളിൽ ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് ബാക്കി വെച്ചു. അപ്പോൾ ഒരാൾക്ക് കുറച്ച് ചോറ് കൂടെ വേണമെന്ന് പറഞ്ഞു. ചോറും കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇനി